ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ആസ് ഓൾവേസ് എൻ്റെ കൂടെ ഉണ്ട് ശ്രീലേഖ, കൃഷ്ണകുമാർ, അനൂപ് ആൻഡ് ദിസ് ഇസ് സന്ദീപ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ ഒന്ന് സംസാരിച്ച് തുടങ്ങിയിരുന്നു ഹൊറർ നോവൽസിനെ കുറിച്ചും ഹൊറർ ഫിക്ഷനെ കുറിച്ചും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ പിറന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് സംസാരിച്ചപ്പോഴേക്ക് സമയം ഫുള്ള് തീർന്നുപോയി. അപ്പൊ ഇനിയിപ്പം ബാക്കി വീടുകളിലുള്ള ആളുകളെ എല്ലാരും പറഞ്ഞു തീർക്കാൻ എത്ര സമയം നോക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തവണ ഞാനൊന്ന് തുടങ്ങാം, ഞാനൊന്ന് കിക്ക് ഓഫ് ചെയ്യാം. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് വായിച്ച ഹൊറർ ഫിക്ഷന്റെ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്റെ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ചുമ്മാ ഇതുപോലെ കൊണ്ടുവന്ന് കാണിച്ചതാണ്. അച്ഛൻ VSSC ലൈബ്രറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഭയങ്കര ഹൊററാണെന്നും പറഞ്ഞ് തന്നു. ഞാനൊന്ന് വായിച്ചു നോക്കിയാ. എനിക്ക് അധികം ഒന്നും അങ്ങനെ കണക്ട് ആയില്ല. പക്ഷെ ദ പിഗ്സ് ഡിന്നർ എന്നും പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടായിരുന്നു, ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു. രണ്ട് സിബ്ലിങ്സ്, ചേട്ടനും അനിയനും, അവർക്കൊരു പിഗ് ഫാം ഉണ്ട്. അപ്പൊ ഇവര് പിഗ് ഫാമില് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അവരൊരു പുതിയ മീറ്റ് ക്ലീവർ വാങ്ങിച്ചു, ഒരു വലിയ ഡ്രം പോലത്തെ സാധനം. അപ്പൊ അതിന്റെ അകത്തൊരു റൊട്ടേറ്റിംഗ് ഫാൻ ഉണ്ട്. ഇവര് മീറ്റ് അതിന്റെ അകത്ത് ഇടുമ്പോൾ പിഗിന് വേണ്ടിയിട്ട് മിൻസ് ചെയ്ത് ഈ സാധനം പുറത്തോട്ട് വരും. അപ്പൊ ഇതാണ് അവര് പിഗിന് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അപ്പം ഒരു ദിവസം ഈ അനിയൻ അറിയാതെ അതിന്റെ അകത്ത് കയറിയിരുന്ന് കഴുകാൻ നേരത്ത് ചേട്ടൻ ഇത് ഓൺ ചെയ്യും അറിഞ്ഞുകൂടാതെ. അപ്പം ഇതിന്റെ ബഹളം കാരണം അനിയൻ ബഹളം വെക്കുന്നത് കേൾക്കുന്നില്ല, ഈ മെഷീന്റെ ശബ്ദം കാരണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം പോലെ കേട്ടിട്ട് ഓഫ് ചെയ്ത് ചെന്ന് നോക്കുമ്പോഴേക്കും ഇവന്റെ അരയ്ക്ക് മുകളിലോട്ട് കംപ്ലീറ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവൻ പറയും ഞാൻ ഡോക്ടറിനെ വിളിക്കാന്നൊക്കെ പറയും. അപ്പം അനിയൻ പറയും ഇനിയിപ്പോ കാര്യമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഞാനൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു വേർ ദർ ഇസ് നോ പെയിൻ. ആഫ്റ്റർ ത്രഷോൾഡ് പിന്നെ പെയിൻ ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് തീരെ പെയിൻ ഇല്ല, സോ യു ഫിനിഷ് ഇറ്റ് ഓഫ് എന്ന് പറയും. അപ്പൊ പുള്ളിയെ ഫിനിഷ് ചെയ്തിട്ട് ആരടുത്തും പറയാതെ ഇത് കൊണ്ടുപോയി പിഗ്സിന് തീറ്റിക്കും. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിഗ്സിന് മനുഷ്യന്റെ മീറ്റ് കിട്ടിയിട്ട് പിന്നെ കിട്ടാഞ്ഞിട്ടൊരു വേവലാതി. ഇപ്പൊ ഒരു ദിവസം അറിയാതെ ഇവൻ ഫീഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവൻ തട്ടി അകത്തോട്ട് എന്തോ വീഴുമ്പോ പിഗ്സ് ഇവനെ അറ്റാക്ക് ചെയ്ത് ഇവനെ പിടിച്ച് കടിക്കാനൊക്കെ തുടങ്ങും. കുറെ കടിച്ച് തിന്നും. ഒരു വിധത്തിൽ ഇവൻ ഊരിയപ്പോ ഇവൻ മനസ്സിലാവും ഇനി എന്നെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന്. അപ്പൊ ഇവൻ ആലോചിക്കുന്ന, ഭയങ്കര പെയിൻ കാരണം ഇവൻ ആലോചിക്കുന്ന, അനിയൻ പറഞ്ഞുണ്ടല്ലോ അതിന്റെ അകത്ത് പോയി കിടന്നു കഴിഞ്ഞാല് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ, ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പെയിൻ ഇല്ല, പിന്നെ ഇറ്റ്സ് ബിയോണ്ട് പെയിൻ, ദർ ഇസ് നത്തിങ് എന്നുള്ള ഇത്. ഇപ്പൊ പുള്ളി പോയി അതിന്റെ അകത്ത് പോയി കിടക്കും. പക്ഷെ പുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓരോ വെട്ടിനും ഹയർ ആൻഡ് ഹയർ പെയിൻ ആണ്. എന്നിട്ട് ഫൈനലി ഇതിങ്ങനെ മിൻസ് ചെയ്ത് വരുന്നത് പിഗ്സ് തിന്നുന്നു. അതാണ് കഥ. അപ്പൊ അത് വായിച്ചിട്ട് എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫാനിന്റെ ബ്ലേഡൊക്കെ കറങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ വായിച്ച ആദ്യത്തെ ട്രൂ ഹൊറർ സ്റ്റോറി. എത്രാമത്തെ വയസ്സിലത്? ഇതെനിക്ക് തോന്നുന്നു ഞാൻ ടീനായിരുന്നപ്പോഴാണ്. നല്ല ട്രോമയായി. അതെ, നല്ല ട്രോമയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്ന് നമ്മുടെ സ്നാച്ച് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട്, ദ ഈസിയസ്റ്റ് വേ ടു ഡിസ്പോസ് ഓഫ് എ ഹ്യൂമൻ ഇസ് ടു ചോപ്പ് ദം ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് ഫീഡ് ദം ടു പിഗ്സ് എന്ന്. You have to take the teeth out, for the pig's digestion. അത് ഓൾമോസ്റ്റ് ഒരു ട്രോപ്പായി. റിയൽ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഈ പിഗ് ഫാംസിലൊക്കെ ആരെങ്കിലും ബോധമില്ലാതെ വീണ് കഴിഞ്ഞാൽ പിന്നെ പിഗ്സ് രണ്ടാമത് നോക്കില്ല, തിന്നുകളയും. അങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. പിഗ് ഫാംസ് മിക്കവാറും ആരായിരുന്നു അറിയോ? എന്തോ ഒരു ജെറാൾഡ് എന്താണ്ടായിരുന്നു, അത്ര ഫേമസ് ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. പലപ്പോഴും ഈ ഹൊററിലോട്ടുള്ള ഇനിഷ്യേഷൻ ഇങ്ങനത്തെ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് വരുന്നത്. നമ്മൾ യൂഷ്വലി പ്രതീക്ഷിക്കാതെ, നമ്മൾ ഓതറിനെ ശ്രദ്ധിക്കത്ത പോലും ഇല്ല, പക്ഷെ ചില സ്റ്റോറീസ് നമ്മളോടങ്ങ് സ്റ്റേ ചെയ്യും. അല്ല, അത് ഷോർട്ട് സ്റ്റോറീസില് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ആ ഷോക്ക് വാല്യൂ കിട്ടുമ്പോ അങ്ങ് നിർത്തിയാലും വളരെ സാറ്റിസ്ഫൈങ് ആണ്.
പക്ഷെ ഒരു നോവൽ അങ്ങനെയല്ല. ആ ഷോക്ക് വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടഗണിസ്റ്റ് ഹാസ് ടു ഗെറ്റ് ഓവർ ദാറ്റ് ഷോക്ക് വാല്യൂ. അപ്പോൾ ആ രണ്ട് ഭാഗമുണ്ട്. അപ്പോൾ പേടിപ്പിക്കുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായാലും ആ റൈറ്റ് ഹാൻഡ് സൈഡ് അത്ര ഇൻട്രസ്റ്റിംഗ് ആവണം. ഐ മീൻ ഫോർ എക്സാമ്പിൾ എനിക്ക് റീസെന്റ് വായിച്ചാൽ എനിക്ക് കറുത്തച്ഛന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ എസ്റ്റാബ്ലിഷിങ് ദാറ്റ് മൂഡ്, അറ്റ്മോസ്ഫിയർ, ഹൊറർ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എനിക്ക് വളരെ ലെറ്റ് ഡൗൺ ആയിട്ടാണ് തോന്നിയത്. അപ്പൊ അതൊരു ബാലൻസ് ആണ് റിയലി. പിന്നെ പറഞ്ഞു അല്ല, പലപ്പോഴും ഹൊറർ സ്റ്റോറീസിന് ഹൊറർ മൂവീസിനും ഉള്ളൊരു കുഴപ്പമാണ്, നല്ലൊരു ലെവലിലേക്ക് നമുക്ക് കഥ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൊണ്ടുവന്ന്. പക്ഷെ അവന്റെ പേ ഓഫ് പലപ്പോഴും കുറച്ച് ലെറ്റ് ഡൗൺ ആവും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് ഇൻസീരിയസ് എന്ന് പറഞ്ഞ്, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിന്റെ പ്രിമൈസ് ഭയങ്കരമാണ്. ഫസ്റ്റ് ഹാഫ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, സെക്കൻഡ് ഹാഫ് നല്ല പടമാണ്, സ്റ്റിൽ ഗുഡ്. പക്ഷെ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എ ലെറ്റ് ഡൗൺ. കാരണം ഫസ്റ്റ് ഹാഫിൽ അത്രയും അങ്ങോട്ട് ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നീട് അങ്ങോട്ട് വരുമ്പോ ഇറ്റ് ഡസന്റ് മാച്ച് ദ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതാണ് ഒരു ഷോർട്ട് സ്റ്റോറി. പിന്നെ അടുത്ത ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് OV വിജയന്റെ ഒരു കഥയാണ്. എനിക്കറിയില്ല എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു ഭ്രൂണം പുറത്ത് വന്ന ആളുകളെ കൊല്ലുന്നതാണ്. ഭ്രൂണം എന്നാണ് ആ കഥയുടെ പേര്. അത് പക്ഷെ എഗെയിൻ റൈറ്റ്, ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ്. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് മറ്റേ അത്യന്താധുനികത്തിലോട്ട് കയറിപ്പോയി. ആക്ച്വലി അത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അലീഗറി ആയിരുന്നു തോന്നുന്നു കഥ. ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താന്ന് നമുക്കറിയില്ല. ചിലപ്പോ അതൊക്കെ എന്തായാലും ഇദ്ദേഹം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ വെച്ച് എഴുതിയതായിരിക്കാം. അപ്പൊ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് തുടക്കമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത്, എനിക്കതിന്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. എനിക്ക് ആരോ OV വിജയൻ സമ്പൂർണം എന്നൊരു സംഭവത്തിൽ നിന്ന് അയച്ചു തന്നത്. എന്റെ അപ്പൊ അതില് പുസ്തകം ഉണ്ടായിരുന്നു. അതിനകത്ത് അത് തുടക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തറവാട്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു അല്ലെ, നാട്ടുകാർ പേടിച്ചാണ്. ഒരു ഡ്രാക്കുള കോട്ട, പക്ഷെ ഒരു സ്ത്രീ ഡ്രാക്കുളയാണ്. അതിനകത്ത് ഈ ഭ്രൂണങ്ങള് അതെന്തോ ചെന്നായ്ക്കളെ പോലെ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയാണല്ലോ. ഭ്രൂണം ഇറങ്ങി വന്ന് വഴിയിലുള്ളവരെ ആക്രമിക്കുന്നു, കൊല്ലുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഭ്രൂണം പാർട്ടി ഫോം ചെയ്യുന്നു, നാട്ടുകാർ ഫോളോവേഴ്സ് വരുന്നു, അങ്ങനെയൊക്കെ ആക്കിയെടുത്തു. പക്ഷെ അതിന്റെ ഫസ്റ്റ് പാർട്ട് വളരെ ഇൻട്രീഗിങ് ആയിരുന്നു. പിന്നെ ഇതുപോലെ ഇത് കഥയല്ല, ഏതോ ഒരു കഥ, ആരുടെയോ സീരാദാഷിന്റെ ആരുടെയോ ഒരു കഥയിലുണ്ടായിരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോ ഇതുപോലെ ഒരു സ്ത്രീ പ്രസവിക്കുന്നില്ല എത്രയായിട്ടും, വയറിങ്ങനെ വലുതായി 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 വരികയാണ്, പക്ഷെ പ്രസവിക്കുന്നേ ഇല്ല. അവസാനം 3 വർഷവും 3.5 വർഷവും എന്തോ കഴിഞ്ഞിട്ടാണ്, ഗാന്ധാരിയുടെ മഹാഭാരതത്തിൽ അങ്ങനെ അല്ലല്ല, ഒരു 3 വർഷവും 3.5 വർഷവും കഴിഞ്ഞിട്ടാണ് ഈ കൊച്ച് ജനിക്കുന്നത്. ഈ കൊച്ച് അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട്, ഇത് പാലൊന്നും കുടിക്കാനുള്ള പ്രായത്തിലല്ലോ, ഏകദേശം നല്ല 3 വയസ്സിന്റെ വളർച്ചയുള്ള കൊച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുളത്തിന്റെ കരയിൽ കൊച്ചിനെയും കൊണ്ട് കുളിക്കാൻ പോയ അമ്മ കുളക്കരയിൽ മരിച്ചു കിടക്കുന്നു. ശരീരം ഫുള്ള് വെളറി വെളുത്ത് കിടക്കുകയാണ്. എന്നിട്ട് കൊച്ചാണെങ്കിൽ വെള്ളം കുടിച്ച് ചത്ത പോലെ വയറ് നിറഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അതിനെ വെള്ളം പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ തള്ളി നോക്കിയപ്പോൾ വന്നത് മുഴുവൻ കട്ടച്ചോരയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ, അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പക്ഷെ അതൊരു വളരെ റിയലി ക്രീപ്പി സാധനമായിരുന്നു. ഏതോ ഒരു നോവലിന്റെ അകത്തൊരു ഭാഗം ഉണ്ടായിരുന്നതാണ്. പലപ്പോഴും ഷോർട്ട് സ്റ്റോറീസിൽ ഹൊറർ കുറച്ച് എക്സ്പീരിയൻഷ്യൽ ആണ്. ഈ നോവൽസിലൊക്കെയാണ് നമുക്ക് കുറച്ചും അത് കഥയുടെ അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്റെ ബാക്കിലുള്ള മിസ്റ്ററി എന്താന്ന് വെച്ചാൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഷോർട്ട് സ്റ്റോറീസിൽ പലപ്പോഴും ഇങ്ങനെ ആസ് യു സീ ഇറ്റ്, ആസ് യു എക്സ്പീരിയൻസ് ഇറ്റ് എന്നുള്ളത്, അത് ആക്ച്വലി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. യുവർ ഇമാജിനേഷൻ ഇസ് യുവർ, അതാണ് അതിന്റെ സോഴ്സ്. അപ്പൊ നമ്മള് ബാക്കി ലെഫ്റ്റ് യുവർ ഇമാജിനേഷൻ ആണെങ്കിൽ ഇറ്റ്സ് മോർ സ്കാരിയർ ദെൻ someone is giving you an explanation of why this is happening. Correct. അവിടെയാണ് horror short stories, even horror short films for that matter, which is why they're more effective as a medium, ആളുകളെ പേടിപ്പിക്കാനുള്ള ഒരു മീഡിയം എന്നുള്ളതിൽ. ഈ പറയുന്ന മറ്റേ പ്രസൻസിന്റെ അല്ലെങ്കിൽ അപ്പാരിഷന്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
മീൻസ് അതെങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി, കഥയുടെ പോയി. ആ ഒരു ഇത് പോയി. ഇപ്പൊ യക്ഷിയുടെ കഥയാണെങ്കിലും പണ്ട് ആബീത്തി എന്ന് പറഞ്ഞൊരു ദൂരദർശനിലൊരു സീരീസ് വരുമായിരുന്നു, ഒരു എല്ലാ ദിവസവും ഓരോ പ്രേതകഥ, അല്ല എല്ലാ സാറ്റർഡേ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അതിലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലതാ, കാരണം ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു പ്രേതം, ഒരു ഒരു പെണ്ണല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ഹോണ്ടഡ് ഹൗസ്, അതൊക്കെ ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിനൊരു ആ ബിൽഡപ്പ് ഒക്കെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ അവർ വന്ന് ഈ പറഞ്ഞ പോലെ ഈ ഓണറിനോട് വന്ന് അതിന് പുതിയ ഓണർ അല്ലെങ്കിൽ പുതിയ ആളെടുത്ത് വന്നിട്ട് ഞങ്ങളോട് ഉണ്ടായ ഇൻജസ്റ്റിസ് പറഞ്ഞ് ഞങ്ങളെ ആരോ കൊന്നതാണെന്നൊക്കെ കഥ പറയുന്ന സമയം മുതൽ പിടിവിട്ടു പോകും. ആക്ച്വലി അത് അവിടെ വരെ മതിയായിരുന്നു. മീൻസ് ആ ഹോണ്ടഡ് ഹൗസ് സ്റ്റോറി മതിയായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരെണ്ണം ഉണ്ട്. അതായത് ഇത് ഞാൻ വായിച്ച മറ്റേ കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഞാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വീട് അവര് ഒരു വീട്ടിലേക്ക് പുതിയ മറ്റേ ഓണേഴ്സ്, പുതിയ ഒരു ഫാമിലി വരുവാണ്. അപ്പൊ ഫാമിലി വരുമ്പോൾ അതിലെ കുട്ടി പെട്ടെന്ന് കുട്ടിക്ക് അസുഖം വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ കുട്ടിക്ക് അസുഖം വരുന്ന സമയത്ത് ഇങ്ങനെ മോളില് മറ്റേ ആ വീട്ടിൽ ഇവർ താമസിക്കുമ്പോൾ തന്നെ മോളിൽ കൂടെ ഒരു റൂഫിലൊരു ഒരു കുട്ടിയുടെ കാൽപാദം കേൾക്കാം. ഒരു ചെറിയ കുട്ടിയാണെന്ന് മനസ്സിലാവും, കാരണം ഓടിക്കളിക്കുവാണ്. ആദ്യമൊന്നും ഇവരത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. പിന്നെ ഈ കുട്ടിക്ക് ഇവരുടെ മകളാന്ന് തോന്നുന്നു, അവൾക്ക് അസുഖം വരും. അസുഖം വന്നിട്ട് അവസാനം കുറച്ച് കഴിയുമ്പോൾ കുട്ടി മരിക്കും. മരിച്ചു കഴിയുമ്പോൾ ദർ ആർ 2 കിഡ്സ് റണ്ണിങ് അറൗണ്ട് ഇൻ ദി റൂഫ്. ഐ മീൻ അത് ആരോ പറഞ്ഞതാണോ അതോ എനിക്ക് ഓർമ്മ, ഞാൻ വായിച്ചതാണോ എന്ന് എനിക്കറിയില്ല, അതോ ദൂരദർശനിൽ ഇതിൽ സീരിയൽ കണ്ടതാണോന്ന് അറിയില്ല. ഇത് ആരെങ്കിലും കണ്ടതായിട്ട് കേട്ടതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ add ഇല്ല, ചെയ്യാം. ഈ പറഞ്ഞപ്പോ ഒരു ചെറിയൊരു ഓർമ്മ. Okay. പിന്നെ അതുപോലെ അഗെയിൻ റൈറ്റ്, ഈ ഹൊറർ ഇസ് എല്ലാത്തിലും ബിഗിനിങ് ടു എൻഡ് ഹൊറർ വേണമെന്നില്ല. ചിലതില് ദർ ആർ ദി സ്മോൾ ബിറ്റ്സ്, അത് തന്നെ മതി വളരെ ഡിസ്റ്റർബിങ് ആവാൻ. അമേരിക്കൻ ഗോഡ്സ് കണ്ടിട്ടുള്ളവര്, വായിച്ചിട്ടുള്ളതില് ഒരു ബിൽക്വിസ് ആളുകളെ എങ്ങനെയാണ് കൊല്ലുന്നുണ്ട്. ഇറ്റ് ഈസ് സ്കേറി. NSFW ആണ്, അതുകൊണ്ട് അത് പറയുന്നില്ല, പക്ഷെ ഇറ്റ് ഈസ് സ്കേറി. ഷീസ് എ സക്യുബസ് അല്ലേ, അതായത് മറ്റേ എന്താ പറയാ, പ്രാപിക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ യക്ഷിയുടെ അതേ സംഭവമാണ്, പക്ഷെ ഇവിടെ അബ്സോർബ് ചെയ്യണം മൊത്തത്തിൽ. യക്ഷി ചോര കുടിച്ചിട്ട് മറ്റേ ഉപേക്ഷിച്ചിട്ട് പോവാണല്ലോ, ഇവിടെ അബ്സോർബ് ചെയ്തിട്ടങ്ങ്, അങ്ങനെയല്ലേ സംഭവം. അതെ അത് ഭയങ്കര സ്കേറിയാണ്. നീൽ ഗെയിമാന്റെ സ്റ്റോറീസ് ഒന്നും അങ്ങനെ എൻഡ് ടു എൻഡ് ഹൊറർ അല്ല. അതിനോ ലേഖ കണ്ണുരുട്ടുന്നുണ്ട് നീൽ ഗെയിമാന്റെ പേര് പറഞ്ഞപ്പോ. അതില് പുള്ളിയുടെ ഓഷ്യൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ലെയിൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് മുഴുവനും എഴുതിയിരിക്കുന്ന ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിലാണ്. പക്ഷെ അതില് ചില സീൻസ് ഉണ്ട്, അത് മറ്റേ കുട്ടിയും കുട്ടിയുടെ ബേബി സിറ്ററും, കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ ബേബി സിറ്ററും കൂടെ ഉള്ള സീനൊക്കെ, അതൊക്കെ ഇവന്റെ ഇതിൽ കാണുമ്പോൾ ഉള്ള ഹൊറർ ഭയങ്കര ഡിസ്റ്റർബിങ് ഹൊററാണ്. എന്ന് വെച്ചാൽ ഒരു കൊച്ചു മനസ്സിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള പെർസ്പെക്റ്റീവിലായതുകൊണ്ട് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടാണ് അതേ ഇരിക്കുന്നത്. അതെ, എൻ്റെ ഒരു ബുക്കിരിപ്പുണ്ട്, വായിച്ചെടുത്തിട്ടില്ല. അതെവിടെ വെച്ചിട്ട് അതിന്റെ ഫ്ലോ മുറിഞ്ഞു പോയി. അമേരിക്കൻ ഗോഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഈവൻ ഉണ്ടല്ലോ, എൻ്റെ ക്യാരക്ടർ എന്താ, വെനസ്ഡേ അല്ല, മെയിൻ ക്യാരക്ടറിന്റെ പേര് കിട്ടുന്നില്ല. ആരായിരുന്നു? സൂസോ തോറോ ഓക്കെ ഓഹോ, ഓടിനോ വോട്ടൻ അച്ഛനല്ലേ, അതായത് വെനസ്ഡേ അച്ഛനാണല്ലോ. അപ്പൊ ഇദ്ദേഹം ഒരു വില്ലേജിൽ ചെന്ന് പെടുന്നുണ്ട്. അവിടെ കുട്ടികളെ കാണാതാവുന്ന ഒരു വില്ലേജ് ഉണ്ട്. എന്നിട്ട് ഇയാള് അവിടെ ഒരു ക്രീച്ചർ ഉണ്ട്, പുള്ളി മനുഷ്യനായിട്ട് താമസിക്കുന്ന ഒരു ക്രീച്ചർ. പുള്ളി ഒരു ലേക്കിനടിയിൽ, എനിക്ക് തോന്നുന്നു കോണിഷ് പേസ്റ്റി ഏതോ അതിന്റെ കാര്യം പറയുന്ന ഒരു സംഭവമുണ്ട്. കോണിഷ് പേസ്റ്റിയുമായിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ആ പലഹാരമായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു മറ്റേ ലേക്കിനടിയിൽ സ്കെൽട്ടൻസ് കിട്ടും, കുട്ടികളുടെ സ്കെൽട്ടൻസ് എന്തോ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അതായത് പുള്ളി ആ യാത്രയുടെ ഇടയിൽ ഒരു ചെറിയൊരു സ്ഥലം, അത് ആക്ച്വലി അത് മെൻഷൻ ചെയ്യേണ്ട കാര്യം പോലുമില്ല, പുള്ളിക്ക് അതിനകത്ത് ഇതിനെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പൊ ഈ ക്രീപ്പിനെസ് പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ കഥയിൽ. അതുപോലെ കോറലൈനിലുണ്ടല്ലോ,
കുട്ടികൾക്ക് പറ്റാത്ത കോറലൈൻ സാധനമാണ്. വളരെ ഡിസ്റ്റർബിംഗ് ആണ്. അത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാന്നൊക്കെയാ പറയുന്നത്. ഈവൻ ഗ്രേവ് യാർഡ് ബുക്കിലുണ്ട്. അതായത് ഗ്രേവ് യാർഡ് ബുക്ക് ഈസ് ആക്ച്വലി ജംഗിൾ ബുക്ക് ബേസ്ഡ് ഇൻ എ ഗ്രേവ് യാർഡ്. അതെ, അത് എനിക്ക് പക്ഷെ അത് കൂടുതൽ ഇമോഷണൽ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് അതിൽ അത്ര പേടിയായിട്ടില്ല. അതില് A boy growing up in a graveyard with ghosts is അല്ലേ? നമ്മള് ബാലസാഹിത്യത്തിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു സംഭവം. പക്ഷെ correct. ഇതില് മറ്റേ ഇവര് വരുന്നുണ്ട്, ഗൗൾസ് വരുന്ന ഒരു സംഭവം ഉണ്ട് അവസാനം. പുള്ളിയുടെ അൾട്ടിമേറ്റ് ശത്രുക്കൾ അവരാണ്. അപ്പൊ അതിങ്ങനെ ഈ മറ്റേ എന്തിന്നാണ് ഫീഡ് ചെയ്യുന്നത്, ഇക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു ലിക്വിഡ് എന്നാണ്, കോപ്സിന്റെ അകത്തുള്ള ലിക്വിഡ് ആണെന്നൊക്കെ ഉള്ള സംഭവം. അതൊക്കെ കുറച്ച് ഇതൊക്കെ എങ്ങനെയാ കുട്ടികൾക്ക് കൊടുക്കുന്നത് വായിക്കാൻ? അതാണ് ആലോചിക്കുന്നത്. You need to അത് ഏത് കൊല്ലാണ് റിലീസ് ചെയ്തതെന്ന് കൂടെ ആലോചിക്കണം നമ്മൾ. നമ്മുടെ ജനറേഷനൊക്കെ നമ്മൾ എല്ലാ ബുക്സും ഓപ്പൺ ടു ഇതായിരുന്നു. we've never been censored based on ഒരുവിധം ഈ പറഞ്ഞമാരെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ വായിച്ചോട്ടെ എന്നുള്ളമാരെ ആയിരുന്നു നമുക്ക്. അല്ലാണ്ട് നമ്മളൊക്കെ I don't think I was ever asked not to read something except maybe Sidney Sheldon ഒക്കെ. ഞാനൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കാൻ തുടങ്ങിയ പിന്നെ വീട്ടുകാർക്ക് ഒരു പിടുത്തമില്ല ഞാൻ എന്താണ് വായിക്കുന്നതെന്ന്. അവർക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ പോകുന്നു, എസ്പെഷ്യലി ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞപ്പം പോകുന്നു, എടുക്കുന്നു, വായിക്കുന്നു. എന്താണ് ഏതാണെന്ന് പോലും ആരും നോക്കുന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അനിയൻ പോയി കുറ്റി വെക്കും. ഞാൻ മറ്റേ ഡോക്ടർ ഹൂവിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഡോക്ടർ ഹൂ ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അനിയൻ അമ്മ ഇത് ബ്ലൂ ആണ് ബ്ലൂ. ഞാൻ പറഞ്ഞു തേങ്ങ കൊലാണ്. അങ്ങനെയൊക്കെയാണ് 1001 രാത്രികളൊക്കെ വായിക്കുന്നത്. 1001 രാവുകൾ അമ്മ തന്നെ വാങ്ങിച്ചു തന്നതാണ് അറിഞ്ഞൂടാതെ. എന്റെ അഭിപ്രായത്തിൽ പിള്ളേർ ഇതൊക്കെ വായിക്കണം കേട്ടോ. ഈ ഹൊറർ കുറച്ച് അറിഞ്ഞിരിക്കട്ടെ, കുറച്ചൊക്കെ ഒന്ന് പേടിച്ചിരിക്കട്ടെ. ഞാൻ എന്റെ ചെറുക്കനെ കൊണ്ട് ഹൊറർ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാൻ നോക്കി. മമ്മിയിലെ ആ ഒരു സീനുണ്ടല്ലോ, മറ്റേ സാധനം തൊലിയുടെ അടിയിൽ കൂടെ കയറി പോകുന്ന, അത് കണ്ടോടെ അവൻ ട്രോമറ്റൈസ്ഡ് ആയി. അവൻ പിന്നെ കാണാതിരുന്നിട്ടില്ല. ഞാൻ സിക്സ്ത് സെൻസ് ആദ്യമായിട്ടൊരു ഹൊറർ മൂവി കണ്ടത്. ചിലപ്പോ മലയാളത്തില് വല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ അല്ല, ഇതാണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കണ്ടത്. ആൻഡ് ഐ വാസ് പ്രോബബ്ലി 12 വയസ്സ് കാണുമായിരുന്നായിരിക്കും. സിക്സ്ത് സെൻസ് ഞാൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ അതിനു മുമ്പല്ലേ എഞ്ചിനീയർ ഫസ്റ്റ് ഇയർ അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ, അതായത് 1999. ആ കൊല്ലാണോ റിലീസ് ചെയ്തത്? അതിനെയും കണ്ടത് ഓർമ്മയുണ്ട്. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ഹൊറർ ബുക്സ്. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൊറർ വായിച്ച് ഇച്ചിരി പേടിച്ചതെന്ന് പറയാനായിട്ട് ഈ അടുത്ത ഇടയ്ക്ക് ഒരെണ്ണം വായിച്ചായിരുന്നു. എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല. ഒരുപാട് ബ്ലാക്ക് ഫാമിലീസിൻ്റെ ലൈഫിലെ ഹൊറർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ആക്ച്വലി ഒരു കഥയുണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഐ മീൻ ഷീസ് ഇൻ ട്രബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പൊസഷൻ എന്തോ കഞ്ചാവെന്തോ അടിച്ചിട്ട് കോർട്ട് തന്നെ പറഞ്ഞു കൊച്ചിൻ്റെ പൊസഷൻ പറ്റൂല എന്ന്. അപ്പോൾ അവളുടെ അമ്മ അവളുടെ അടുത്ത് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്തോ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം, യു ഗോ ഫിഗർ ഔട്ട് യുവർ ലൈഫ് എന്ന്. പുള്ളിക്കാരത്തിൽ പോയി ഇതുപോലെ ഒരാളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ആ വീട്ടില് അവരുടെ ഔട്ട് ഹൗസ് എന്തോ ആണ്. ആ ഔട്ട് ഹൗസിൽ അയാള് ഇവൾക്ക് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതോറും ഇവൾക്ക് തോന്നുകയാണ് ഔട്ട് ഹൗസിൽ അയാൾ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, അയാളുടെ ഭാര്യയും കൊച്ചിനെ അയാൾ കൊന്നതാണോ എന്നുള്ളത്. അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രാത്രിയാവുമ്പോൾ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുകയും ജനലിൽ കൂടെ നോക്കുമ്പം ഒരു കൊച്ച് ഓടിക്കളിക്കുന്ന കാണുക ഇരുട്ടത്ത്, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം. അത് അത്യാവശ്യം ഒരു നല്ല സാധനമായിരുന്നു. പിന്നെ അതുപോലെ വേറൊരെണ്ണം അടുത്ത് നല്ലത് വായിച്ചത് ഹിഡൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനം, ജെയ്സൺ റെക്കുലിയക്. And the creepy part is അതിന്റെ ബുക്കില്, if you're actually reading the physical book, not the audio book, illustrations are creepier than the actual book. അത് പക്ഷെ again it has got an emotional arc to it also, which made it, I think, ഞാനത് എൻജോയ് ചെയ്യാനുള്ള കാരണം is because ഒന്ന് ഈ പിക്ചേഴ്സ്, ഇറ്റ് വാസ് എ വെരി ഡിഫറെന്റ് വേ ഓഫ്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു
പിക്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇത് വായിക്കണത് ആൻഡ് ദി ഇമോഷണൽ ആർക്ക് എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈങ് റീഡ് ആയിരുന്നു. ഓൺലി തിങ് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ദീസ് ബുക്സ് ഇസ് ഓൾവേസ് ഇപ്പൊ ഈ പറഞ്ഞ സാൻഡി പറഞ്ഞ ആ സ്റ്റോറിയിൽ ആ ഒരു എന്താ പറയാ single mother who had to figure out her life. They all go live in these places where it's ഫസ്റ്റ് ആദ്യത്തെ രാത്രി ഞാൻ ഓടിയാണ്. ഇറ്റ് ഡസന്റ് മാറ്റർ, ഐ സ്ലീപ്പ് ഓൺ എ സ്ട്രീറ്റ്. പക്ഷെ ഈ ഹിഡൻ പിക്ചേഴ്സിലും സെയിം തിങ് ആണ്. ഇമാരെ ഒരു പെണ്ണ് Absolutely, അതെ. നാനി ആയിട്ട് പോകുന്നു ഒരു കുട്ടീനെ. എന്റെ കുട്ടി സ്റ്റാർട്ട് ഡ്രോയിങ് ക്രീപ്പി ഡ്രോയിങ്സും. മൊത്തത്തിൽ ക്രീപ്പി ആണ് സംഭവം. ഒരു വിത്തിൻ 3 ദിവസത്തിനകം നമുക്കറിയാം ഇവിടെ എന്തോ പ്രശ്നം. എന്താന്ന് ക്ലാരിറ്റി ഒന്നും ഇല്ല. നല്ല ഗോസ്റ്റ് ആണോ ചെയ്യും. ഞാനെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ആ പണി വിട്ട് ഞാൻ സ്ഥലം കാര്യമാക്കിയാണ്. ഇത് കൂടുതലൊന്നും അന്വേഷിക്കാൻ ഞാൻ നിൽക്കില്ല. പക്ഷെ ഞാൻ വായിച്ചേക്കുന്ന ദാറ്റ് വാസന്റ് ഇവൻ ദ ഫസ്റ്റ് ബുക്ക് ഐവ് റെഡ്. മറ്റൊരു ഹൗസ് മെയ്ഡ്സ് സീക്രറ്റോ അങ്ങനെ ഒരു സീരീസ് ഉണ്ട്, ഫ്രൈഡ മെക്ഫെഡൻ എന്ന് പറഞ്ഞിട്ട്. ദിസ് ഇസ് നോട്ട് ഹൊറർ, പക്ഷെ ത്രില്ലർ സീരീസില് എല്ലാത്തിലും ഇതാണ്. യു നോ ദർ ഇസ് സംതിങ് ഓഫ് വിത്ത് ദിസ് പീപ്പിൾ ദറ്റ് യു ലിവിങ് വിത്ത്. ഒന്ന് സ്ട്രേഞ്ചേഴ്സിന്റെ വീട്ടിലാണ് പോയി താമസിക്കുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ തന്നെ ശരി രാജാവേ നമ്മൾ പോവുകയാണ്, കഴിഞ്ഞു, മതി, അത് മറ്റേ സേവനങ്ങൾക്ക് നന്ദി. പഴയ എന്താണ് ബ്ലൂ ബിയേർഡിന്റെ കഥയില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. സംബഡി കംസ് ഇൻ എ ഹൗസ്, അവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ്, എന്നിട്ടൊരു മുറി തുറക്കരുതെന്ന് പറയുന്നു. ആ, അതെ. ബാംഗ്ലൂർ പിന്നെ അതുപോലെ വേറൊരു സാധനം ഇന്നാള് If വായിച്ച Bangalore അതിന്റെ Days was a horror movie. അതുപോലെ വേറൊരു പുസ്തകം കൂടെ വായിച്ചു. എനിക്ക് അതിന്റെ പേരിപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവില് ഭാര്യ പൊസസ്ഡ് ആവുന്നത് ഈ അടുത്ത ഇടയ്ക്ക് വായിച്ചതാണ്. അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് വൈൽ ഐ റീകളക്ട് ഇറ്റ്, വൈ ഡോണ്ട് സംബഡി എൽസ് ടോക്ക്. ഓക്കെ. അപ്പം എല്ലാരും ക്രീപ്പി പാസ്റ്റയെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ബേസിക്കലി പ്രത്യേകിച്ച് കോപ്പി റൈറ്റും ആർക്കും ഇങ്ങനെ ഓണർഷിപ്പ് ഒന്നും ഇല്ലാത്ത കുറെ കഥകൾ ഇങ്ങനെ വെറുതെ ഇന്റർനെറ്റിൽ ഒഴുകി നടക്കുന്നുണ്ട്. അതാണ് ഈ ബേസിക്കലി ഈ കോപ്പി പേസ്റ്റ് എന്നുള്ള ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ക്രീപ്പി പാസ്റ്റ്. പല സ്റ്റോറീസും അത്ര വേസ്റ്റ് ആണ്, പക്ഷെ ചിലത് ബ്യൂട്ടിഫുള്ളി എന്താ പറയുന്നത്, ഒരു കംപ്ലീറ്റ് ഹൊറർ എന്നൊക്കെ പറയും. ഞാൻ ഈയിടെയല്ല, കുറെ നാൾ മുന്നേ വായിച്ചൊരു കഥയാണ് ബെഡ് ടൈം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഈയിടെ ഒന്നുകൂടെ ചെകഞ്ഞെടുക്കാൻ നോക്കി, പക്ഷെ അത് വേറൊരു ഫോമിലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ നേരത്തെ ഈ ആൾക്കാർക്ക് അത് ഓപ്പൺ സോഴ്സ് ആണ്. ബേസിക്കലി ആ കഥ തന്നെ അഡോപ്റ്റ് ചെയ്തിട്ട് വേറെ റീറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ഓർഡർ തന്നെയാണെന്ന് തോന്നുന്നു, കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഭയങ്കര കോമ്പാക്ട് ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഇത് ബേസിക്കലി ഒരു ഫാമിലി അതൊരു വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞിട്ട് ഇവനും ഇവന്റെ ബ്രദറിനും കൂടെ കിട്ടുന്ന റൂം എന്ന് വെച്ചാൽ ഒരു ഗാർഡനോട് ചേർന്നിട്ട് ഒരു സൈഡ് വാൾ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു റൂമാണ്. അത് ബങ്ക് ബെഡാണ്. അനിയൻ താഴെയും അവൻ മേലിലുമാണ്. സംഭവം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ ഇവന് ഒരു ഫീലിംഗ് വരും, എന്തോ ഇങ്ങനെ വന്ന് ചേർത്ത് പിടിക്കുന്ന പോലെ. ഒരു വീസിങ് ശബ്ദം തൊട്ടടുത്ത് ഇവന് കേൾക്കാൻ പറ്റും. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഹൊറിഫൈഡ് ആയി ഇവൻ അവിടെ നിന്ന് ഒഴിയാൻ നോക്കും, ആ റൂമിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും. പിന്നെ പേരൻസ് സമ്മതിക്കത്തില്ല, എന്താ ഇവിടെ നിന്ന് ഞാൻ മാറുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇവൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല ഇതാണ് സിറ്റുവേഷൻ. പലപ്പോഴും പല ഈ ചൈൽഡ്ഹുഡ് ഹൊററിലുള്ള ഒരു തീം ഇതാണ്, വി ഡോണ്ട് ട്രസ്റ്റ് അഡൽട്സ്. അപ്പൊ ഇവര് ഓപ്പൺലി പറയുന്നില്ല എന്താണ് സംഭവം എന്ന്. അപ്പം ചില സമയത്ത് എന്തോ കെട്ടിപ്പിടിക്കുന്ന പോലൊക്കെ തോന്നും, വരിഞ്ഞു മുറുക്കുന്ന പോലെ. ഒരു ദിവസം രാത്രി ഇവൻ നോക്കുമ്പോൾ ഭിത്തിക്കകത്തുനിന്നും ഒരു കൈ ഇങ്ങനെ പുറത്തു വന്നേക്കുക. നോക്കുകയല്ല, സോറി, ഇവൻ കൈ വെച്ചിങ്ങനെ തപ്പി നോക്കും ഷീറ്റിൽ കൂടെ. ഹി ഫീൽസ് ദാറ്റ് സംതിങ് ഗോണ്ട് ഈസ് ദെയർ. ഒരു കൈയുടെ രൂപം ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ഇങ്ങനെ വെച്ചേക്കുക. ഇത് ഭിത്തിയിൽ നിന്നാണ് വന്നേക്കുന്നത്. പുള്ളി ഇങ്ങനെ ഫീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ കൈ എന്നുള്ള സാധനം ഭയങ്കര വുഡൻ ആണ്, ഭയങ്കര ഹാർഡാണ്. അഗെയിൻ ഇറ്റ് ഫീൽസ് വെരി ഓൾഡ് സംതിങ്. ഇത് പക്ഷെ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. ആൻഡ് ഒരു ദിവസം ദിസ് ഗോസ് ഓൺ ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. ഒരു ദിവസം രാത്രി ഇവര് ഹി ട്രൈസ് ടു റെസിസ്റ്റ്, പുഷ് ചെയ്യാൻ നോക്കും.
പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വീസിങ് സൗണ്ട് ആ ഭിത്തിന്ന് വരുന്നുണ്ട്. എന്നിട്ട് ഈ കൈ അങ്ങോട്ട് മുറുകിയിട്ട് ട്രൈങ് ടു പുൾ ഹിം ഇൻ ടു ദ വാൾ. അത് ഒരു ടെറിഫൈങ് മൊമെന്റ് ആണ്. അത് റെസിസ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഉള്ളടക്കം. എന്നിട്ട് ഹി റെസിസ്റ്റ് ദാറ്റ് സക്സസ്ഫുള്ളി. എന്നിട്ട് ഹി ഹാസ് ഗ്രോൺ അപ്പ്. ആ സമയമായപ്പോഴേക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ഡേ ഇൻ ദാറ്റ് റൂം ഓർ സംതിങ്. അത് കഴിഞ്ഞ് പുള്ളി കോളേജിൽ പോവുകയെന്നാണ്. പിന്നീട് അവൻ വീട്ടിൽ വരുമ്പോൾ ഹിസ് പേരൻസ് ആർ പ്ലാനിങ് സം റിനോവേഷൻസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ ഹൗസ്. ടെമ്പററിലി ദേ മൂവ്ഡ് ഇൻ ടു ഹിസ് ഓൾഡ് റൂം. അത് അതിനുശേഷം കൂടുതലൊന്നും പറയുന്നില്ല. ദേ ലാസ്റ്റഡ് ഓൺലി ഫോർ എ വീക്ക്. ആഫ്റ്റർ ദാറ്റ് ദേ മൂവ്ഡ് ഹൗസ്. ബട്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റോറി. എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ടത്. നൈസ് നൈസ്. ആക്ച്വലി ഒറിജിനൽ ക്രീപ്പി പാസ്റ്റ പണ്ട് നമ്മൾക്ക് ഇമെയിൽ ഐ ഡി കിട്ടിയ സമയത്ത് ഒരുപാട് ഫോർവേഡ്സ് വരുന്നത്. അതിൽ എനിക്ക് ഒരെണ്ണം ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുത്തൻ രാത്രി സിനിമ കഴിഞ്ഞിട്ട് വരികയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. റോഡ് സൈഡിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കടക്കാരൻ ഇരിപ്പുണ്ട്. ഒരു വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ലുക്ക് സോ ഓൾഡ് ദാറ്റ് ഹി ഷുഡൻറ്റ് ബി അപ്പ് ആൻഡ് വർക്കിംഗ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ എടുത്തെടുപ്പുണ്ട്. അപ്പോൾ ഇവൻ പോകുന്ന വഴിക്ക് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് പോകുന്നു. ഇപ്പം ഇവന് താല്പര്യമില്ല. പക്ഷേ അങ്ങേര് വീണ്ടും വിളിക്കും, മോനെ നിനക്ക് രാത്രി ഒറ്റയ്ക്ക് നീ വീട്ടിൽ പോകുന്നതാണ്, ഞാൻ പറയുന്ന കേട്ടാൽ മതി, നീ പുസ്തകം എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പൊ ഇവൻ തിരിച്ചു പോയിട്ട് അയാളുടെ കയ്യിൽ നിന്ന്, അവനത് കേട്ടപ്പോൾ പേടിയായി. അവൻ അയാളുടെ അടുത്ത് നിന്ന് പോയി പുസ്തകം വാങ്ങിച്ചു. അപ്പം പുസ്തകം കുറെ നോക്കി. അവസാനം ഒരു പുസ്തകം ഇയാൾ എടുത്തിട്ട് പറഞ്ഞു, ഈ പുസ്തകം നീ കൊണ്ടുപോക്കോ, ഇത് നിന്നെ സേഫ് ആയിട്ട് വീട് വരെ എത്തിക്കും. ഇത് നീ മുറുകെ പിടിച്ചോണം, ധൈര്യമായിട്ട് ഇതും കൊണ്ട് വീട് വരെ പൊക്കോളണം. പക്ഷെ യാതൊരു കാരണവശാലും അവസാനത്തെ പേജ് തുറന്നു നോക്കരുത് എന്ന് പറയും. അപ്പൊ ഇവൻ പുസ്തകം കൊണ്ട് പോവും. എന്നിട്ട് 300 രൂപ എന്തോ കൊടുത്ത് പുസ്തകം വാങ്ങിക്കും. വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഇവന് ക്യൂരിയോസിറ്റി അടക്കാൻ വയ്യ. ലാസ്റ്റ് പേജ് മറച്ച കാലത്ത് അതിൻ്റെ അകത്ത് മിനിമം MRP 30 രൂപ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അതുവരെ അതൊരു കഴിവാണെന്ന് വെച്ചാൽ അതുവരെ ആ ഹൊററും സസ്പെൻസും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം കൊണ്ടിട്ട്. ഈ ക്രീപ്പി പാസ്റ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അർബൻ ലെജൻഡ്സ് എന്നൊരു സംഭവം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്രീപ്പി പാസ്റ്റ പോലെ തന്നെ ഒരു സംഭവമാണ്. ബേസിക്കലി സെയിം ആണ്. ആക്ച്വലി നമ്മുടെ അതായത് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി കാറ്, മറ്റേ പുള്ളിക്കാരി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോവാണ് ഒരു ഹൈവേ, ഒരു ലോൺലി ഹൈവേ. പറയുന്ന ഒരാളൊന്ന് അല്ല, അത് വേറെ ഒരെണ്ണമുണ്ട്. ഇത് ഒരു പെട്രോൾ സ്റ്റേഷനിൽ, ഒരു വേസ്റ്റ് സ്റ്റേഷനിൽ വണ്ടി നിർത്തും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ അറ്റൻഡന്റ് ആളൊരു ഇച്ചിരി, ആ ഷോപ്പും കൂടി ചേർന്നിട്ടായിരിക്കുമല്ലോ. അപ്പോൾ പുള്ളി ഒരു ഇച്ചിരി ക്രീപ്പിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അങ്ങേര്. പക്ഷെ അങ്ങേര് വരുമ്പോൾ മുതൽ പുള്ളിക്കാരിനെ വളരെ ഇതായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി ഒന്നാമത്തെ രാത്രി ഒറ്റയ്ക്കാണ്, ആരുമില്ല. അപ്പോൾ പുള്ളിക്കാരി പേ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് പുള്ളി വിളിച്ച് പറയും, നിങ്ങളുടെ കാർഡിന് എന്തോ പ്രശ്നമുണ്ട് എന്നിട്ട് വിളിച്ച് പറയും. എന്നിട്ട് പുള്ളിക്കാരി ഇവനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇവനെ എന്തോ കയ്യിൽ പെപ്പർ സ്പ്രേ എന്തോ ഉണ്ട്, പുള്ളിയുടെ മുകളിൽ അത് പ്രയോഗിച്ചിട്ട് പുള്ളിക്കാരി രക്ഷപ്പെടും, വണ്ടി എടുത്ത് അങ്ങ് പോവും. അവനാ കടയിലേക്ക് പുള്ളിക്കാരിനെ പിടിച്ച് കയറ്റാൻ നോക്കുവാണ്. ബട്ട് ഹി വാസ് ട്രൈങ് ടു വാൺ ഹർ. ആ വണ്ടിയുടെ പുറകിൽ ഒരാള് ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി പിന്നെ പുള്ളിക്കാരുടെ ബോഡിയാണ് കിട്ടുന്നത്. ആക്ച്വലി ഡിക്കാപ്പിറ്റേറ്റഡ് ബോഡിയെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടൊരു കഥ. അപ്പൊ ഈ രാത്രി വണ്ടി ഓടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. അതെ, ഹോങ്ക് സ്റ്റോറി ഇത് തന്നെയാണ്. അപ്പൊ ഇവരിങ്ങനെ ഭയങ്കര സ്പീഡില് സ്ഥലം കൊടുക്കാതെ ഓടിച്ച് അവസാനം മറ്റേ വണ്ടി ഓവർടേക്ക് ചെയ്ത് ചവിട്ടി നിർത്തി ഇവള് പെപ്പർ സ്പ്രേ എടുത്ത് ചാടി ഇറങ്ങുമ്പോ അവര് പറയും ബാക്കിൽ നോക്കാൻ പറയും. ബാക്കിൽ നോക്കാൻ നേരത്ത് പുറകില് ആരോ ഉണ്ടായിരുന്നു. പിന്നെ സിമിലർ വെയിൻ ആണത്. ബേബി സിറ്റർ, മറ്റേ വീടിന് മറ്റേ ഒരു കോള് വരും പുള്ളിക്കാരിക്ക്. ഒരു പെൺകുട്ടി ബേബി സിറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പുള്ളിക്കാരിക്ക് ഒരു
ലൈക്ക് 3 or 4 മൂവീസ് തന്നെ ഉണ്ട് അത് ബേസ് ഉണ്ട്. ചെയ്തിട്ട്. ആക്ച്വലി മോളില് ആളിരിപ്പുണ്ടാവും എന്നുള്ളത്, മറ്റേ അവിടെ വീട്ടിൽ തന്നെ ആളുണ്ടാവും എന്നുള്ളത്, ഉം. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെ വേറെ ഒരെണ്ണമുണ്ട്, ഒരു പെണ്ണിന്റെ റൂംമേറ്റിന്റെ കഥ. അതും ഭയങ്കര സ്കേറി ആയിരുന്നു. മറ്റേ ഇപ്പം റൂംമേറ്റ് രാത്രി ബോയ് ഫ്രണ്ടിന്റെ കൂടെ എന്തോ പുറത്ത് പോവുകയാണ്. അപ്പൊ ഇവള് ഒറ്റയ്ക്കാണ് വീട്ടില്. എന്നിട്ട് രാത്രി മുഴുവനും ഈ ഡോറിൽ, ഫ്രണ്ട് ഡോറിൽ നഖം വച്ചിട്ട് ആരോ ഉരയ്ക്കുന്ന ശബ്ദവും പിന്നെ ഒരു ബബിൾസ് ഗർഗിൾ ചെയ്യുന്ന സൗണ്ടും അങ്ങനെയൊക്കെ. കാലത്ത് തുറന്നു നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിന്റെ കഴുത്ത് പകുതി വെട്ടി ബ്ലീഡ് ഔട്ട് ചെയ്യാൻ വിട്ടേക്കായിരുന്നു. അവള് തുറക്കാൻ നോക്കുന്നായിരുന്നു. പിന്നെ മറ്റേ ഇത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന കുട്ടികള് കുട്ടിയെ കാണാതാവും, ഇവരത് അത് മറന്നു. കണ്ടിട്ടില്ല. ആക്ച്വലി കുറച്ച് കുട്ടികൾ അവരെ വീട് എന്തോ ഒരു ഹൗസ് പാർട്ടി എന്തോ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഹൗസ് ഗസ്റ്റ് എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് അവർക്ക് ഹസ്ബൻഡും വൈഫും അവര് തമ്മിൽ അവരുടെ മീൻസ് ഈ 4-5 ഫാമിലികളുണ്ട് ഒരു വീട്ടിൽ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ കുട്ടികളെല്ലാവരും കൂടി ആ വീട്ടിൽ ഒളിച്ചു കളിക്കുമായിരിക്കും. അപ്പോൾ അതില് ഒരു ഫാമിലിയില് ഹസ്ബൻഡും വൈഫും അവര് അവിടെ വെച്ച് അടിച്ച് പിരിക്കും. അവർ നേരത്തെ ആകെ പ്രശ്നത്തിലാണ് നിന്നത്. അപ്പോൾ ഒരാൾ വേറൊരു വഴിക്ക് ഒരു ടാക്സി ക്യാബ് എടുത്തിട്ട് അയാൾ പോകും, മറ്റേ ആള് തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. അപ്പോൾ ദേ വർ ആക്ച്വലി ഓഫ് ദി ഇംപ്രഷൻ ദാറ്റ് ഈ കുട്ടി വാസ് വിത്ത് ഈദർ ഓഫ് ദം. പേരന്റിന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അതൊരു ക്യാബിനായിരുന്നു, എന്തോ ഒരു ക്യാബിൻ ഓൺ ദ ലേക്ക് ആയിരുന്നു അവർ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. എന്നിട്ട് കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടി മിസ്സിംഗ് ആണ്. അപ്പോൾ അവരത് കേസ് എന്തോ ഫയൽ ചെയ്യും. ആ കുട്ടീനെ മറ്റേ കുറെ സെർച്ച് ഒക്കെ ചെയ്യും, കിട്ടില്ല. ഇവിടെയൊക്കെ വന്ന് ക്യാബിനിലേക്ക് വന്ന് സെർച്ച് ചെയ്യും, കിട്ടില്ല. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാബിൻ എങ്ങാണ്ട് ഇവര് വേറൊരു മറ്റേ ഹൗസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ആരോ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു പഴയ റെഫ്രിജറേറ്റർ തുറക്കുമ്പോൾ അതിനകത്ത് കുട്ടിയുടെ കോപ്സ് കിട്ടും. അതൊരു സംഭവം ഉണ്ടായിരുന്നു. ആക്ച്വലി റെഫ്രിജറേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ആണ് ഇവര് അറിയാതിരുന്നത്. മീൻസ് ഇറ്റ് വാസ് വർക്കിംഗ്, സ്റ്റിൽ വർക്കിംഗ്. സോ അതുകൊണ്ട് സ്മെല്ലും ഒന്നും അറിഞ്ഞില്ല. ബേസ്മെന്റിനകത്ത് ഒരു കുട്ടി പോയിട്ടുണ്ടാവുമെന്ന് ഇവർ അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു. ഇതും ക്രീപ്പി പാസ്റ്റ് ഇതുപോലെ വന്നതാണ്. അതേപോലെ പ്രിസണർ ഓഫ് വാറിന്റെ കഥയുണ്ടായിരുന്നു. അതായത് മറ്റേ ഇവരെ പിടിച്ചത് ജാപ്പനീസ് മറ്റേ ജപ്പാന്റെ കയ്യിൽ പെട്ടുപോകുന്ന ഒരു ബ്രിട്ടീഷ് സോൾജർ. അപ്പൊ അവരെല്ലാം എന്ത് കത്ത് എഴുതി കഴിഞ്ഞാലും അത് സെൻസർ ചെയ്തിട്ടാണ് അയക്കുള്ളൂ. ഒരു കത്ത് എഴുതാൻ പറ്റും, POWന് കത്ത് എഴുതാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ അത് ഇവരെന്തായാലും വായിച്ച് സെൻസർ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നെങ്കിൽ അതൊരു കട്ട് ചെയ്തിട്ടാണ് അയക്കുള്ളൂ. അപ്പൊ ഇവനൊരു കത്ത് അയക്കും വീട്ടിലേക്ക്, അമ്മയ്ക്ക് അയക്കും. പക്ഷെ അതില് ആക്ച്വലി ഇവര് പണ്ട് ഈ അമ്മയും മകനും കുട്ടിക്കാലത്ത് ഒരു കോഡ് ഉണ്ട് ഇവരുടെ. അതായത് ഇന്ന ലെറ്റർ കുറച്ചുകൂടി ഇതായിട്ട് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മറ്റേ ഇതിനകത്തുനിന്ന് ഒരു കോഡ് വായിച്ചെടുക്കുക എന്നുള്ളത്. പുള്ളിക്കാരി ഇത് മുഴുവൻ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ സ്റ്റാമ്പ്സ് എഴുതിയിരിക്കുന്നത് എന്തോ ഒരു റാൻഡം എന്തോ സംഭവമാണ്. പക്ഷെ ഇവനത് എടുത്ത് ഇവര് ആ മറ്റേ കോഡ് അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഇവരതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ദേ ഹാവ് കട്ട് ഓഫ് ബോത്ത് മൈ ലെഗ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി എനിക്കെല്ലാം ഇവിടെ സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന സാധനത്തിനകത്ത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഫോർവേഡഡ് മെയിൽസിൽ വന്നതാണ്. ഈ പറഞ്ഞ മിക്കവാറും എല്ലാം ഇമെയിൽസ് ആയിരുന്നു, മറ്റേ നമ്മുടെ ഇൻഫോസിസിന്റെ ആദ്യകാലങ്ങളിലുള്ള മെയിൽ ചെയിൻസ്. അയ്യോ, നമ്മൾ ഇൻഫോസിസ് ഇമെയിൽ യൂസ് ചെയ്തിരുന്നത് വർക്ക് 10%ഉം ഇതുമാരത്തെ പരിപാടികളായിരുന്നു മാക്സിമം. മെയിൽസും അതുപോലെ ഒരു ഇത് ഇമെയിലിൽ തന്നെ വന്നതാണ്. ഒരു ബഞ്ച് ഓഫ് ഷോർട്ട് ഹൊറർ സ്റ്റോറീസ്. അതിൽ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ മുറിയിൽ വരുമ്പോൾ മോൻ പേടിച്ച് ഇതിൻ്റെ അകത്ത് കട്ടിലിൻ്റെ അടി ഇരിക്കുകയാണ്. അപ്പം മോൻ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛാ ഹീസ് ഹൈഡിങ് ഇൻസൈഡ് ദ ക്ലോസറ്റ് എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ക്ലോസറ്റ് തുറന്നു നോക്കുമ്പോൾ മോൻ അച്ഛാ ഹീസ് ഹൈഡിങ് അണ്ടർ ദ ബെഡ് എന്ന്. ക്ലോസറ്റിന്റെ അകത്ത് മോന്റെ ഒരു കോപ്പി ഇരിക്കുന്നു. അതിന് പല വേർഷൻസും ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരാള് ബാത്റൂം പോകുമ്പോൾ they see them there and come back on the bed still. അങ്ങനത്തെ കുറെ വേർഷൻസ് ഉണ്ടായിരുന്നു. ഈ പലപ്പോഴും അർബൻ ലെജൻസ് നമുക്ക് സൊസൈറ്റിക്കുള്ള വാർണിംഗ്സ് ആണ് ബേസിക്കലി. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പല ആൾക്കാർക്കും ഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീച്ച് ചെയ്യാൻ തോന്നും. അപ്പൊ അതൊരു സ്റ്റോറിയിൽ ഫ്രെയിം ചെയ്യുന്നതാണ്. മറ്റേ ആ റെഫ്രിജറേറ്ററിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈയിടെ ഒരു 10 വർഷം മുന്നേ വന്നൊരു ന്യൂസാണ്.
ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, മേ ബി ഇറ്റ്സ് ഇൻ ഓസ്ട്രേലിയ US, എവിടെയാണെന്ന് അറിയില്ല, ഫോറിൻ കൺട്രിയാണ്. അപ്പം മീറ്റ് ഫ്രീസറിന്റെ അകത്ത് പെട്ടുപോയത്. മീറ്റ് ഫ്രീസിന്റെ അകത്തല്ല, ഈ ആള് മിസ്സിംഗ് ആയി. ഓൾമോസ്റ്റ് 10 years കഴിഞ്ഞു. They found his body stuck behind a refrigerator. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു നാരോ സ്പേസിൽ കയറി അവിടെ സഫോക്കേറ്റ് ചെയ്ത് കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ആള് മരിച്ച്. പുള്ളിയുടെ ബോഡി മണം എന്തോ അടിച്ചില്ലേ? ഇല്ല, മമ്മിഫൈഡ് ആയി. പ്രോബബ്ലി അതൊരു ഡ്രൈ ക്ലൈമറ്റിലോ, പലപ്പോഴും ഈ കോൾഡ് എൻവയൺമെന്റ് കുറച്ച് ഡ്രൈ ആവും, എന്തോ കാരണം കൊണ്ട് ഇത് മമ്മിഫൈഡ് ആയി. അങ്ങനൊരു ന്യൂസ് ഇതുണ്ടായിരുന്നു. ഒന്നാലോചിക്കുമ്പോൾ ട്രാജിക് ആണ്. പിന്നെ ഈയിടെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി, ഇന്ത്യൻ ഒറിജിൻ പെൺകുട്ടി, അതുപോലെ ഫോറിൻ കൺട്രിയിൽ ഏതൊരു ഓവനകത്ത് വെട്ടുപോയി. അത് ഒരു 2 sentence ഹൊറർ എനിക്കത് ഓർമ്മ വന്നു കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനുള്ള ഒരു പെണ്ണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്, ഷീസ് ഗോയിങ് ത്രൂ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പോൾ വീട്ടിൽ എല്ലാവരും വരികയാണ്, അച്ഛനും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ താങ്ക്സ് ഗിവിങ്ങിന് വരികയാണ്. സോ ഷീ ഈസ് പുട്ടിങ് ദ ടർക്കി ഇൻ ദ oven. After some time, the husband will come and say, why is the turkey in the cradle? ഇതൊരു കോമിക് ആയിരുന്നില്ലേ? ഇവിടെ കോമിക് അല്ല, കോമിക് ഞാൻ കോമിക് ആയിട്ട് കണ്ടിരുന്നു. ഓക്കെ, അല്ല ഇത് ആക്ച്വലി റെഡിറ്റിലെ മറ്റേ 2 sentence ഹൊററിൽ വായിച്ചതാണ്. ഒരു മൂവി ഉണ്ടായിരുന്നു, നസ്രുത് ബറൂച്ച, ഒരു മെയ്ഡ് എന്തോ ആണ്, ഒരു ഹൗസ് ഹെൽപ്പർമാര്, ഷീസ് ഗോട്ട് എ സിസ്റ്റർ, ഒരു സിബ്ലിംഗ്. എന്നിട്ട് ഇവളിങ്ങനെ ഓരോ വീടുകളിൽ പോയി, ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് എൻ ആന്തോളജി. ഒരു കുട്ടീനെ നോക്കാൻ എന്തോ നോക്കിയിട്ട് ഈ പ്രഷർ കുക്കർ, യെസ്, അതായിരുന്നു ആന്തോളജി. ഐ മീൻസ് ആ സ്റ്റോറിയുടെ പേര് അതായിരുന്നു. പക്ഷെ അത് എന്താ സംഭവം, അതിനെച്ച് അത് നമുക്ക് ലോക്ക്ഡൌൺ സമയത്ത് വന്ന സാധനമായിരുന്നില്ലേ? അത് അത്യാവശ്യം നല്ലോണം ക്രീപ്പ് ഔട്ട് ചെയ്ത ഒരു സാധനമായിരുന്നു തന്നെ. അത് ഒരു ആൻസൈറ്റീസ് ആണ്. ഇപ്പം പലപ്പോഴും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഈ കൊച്ചിനെ കൊണ്ട് നടക്കുമ്പോ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവോ എന്നുള്ളൊരു പേടി. അല്ലെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം ആയിട്ടിരിക്കുന്ന ഒരു മദറിന്റെ വീട്ടിൽ താങ്ക്സ് ഗിവിങ്ങിന് വന്ന് വീട്ടുകാരെ വേണം തല്ലാനായിട്ട്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുപോലെ ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ വായിക്കാൻ തുടങ്ങിയ ഒരാളാണ് സ്റ്റീഫൻ ഗ്രഹാം ജോൺസ്. പുള്ളി നേറ്റീവ് അമേരിക്കൻ ഡിസെന്റ് ഉള്ള ആളാണ്. പുള്ളിയുടെ ഹൊറർ മുഴുവനും നേറ്റീവ് അമേരിക്കൻ ഹൊററാണ്. അപ്പം പുള്ളിയുടെ ഓൺലി ഗുഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എന്ന് വെച്ചാൽ പഴയ ഒരു സേയിങ് ഉണ്ട്, ദ ഓൺലി ഗുഡ് ഇന്ത്യൻ ഇസ് എ ഡെഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു സേയിങ് ഉണ്ട്. പണ്ടത്തെ സെറ്റിലേഴ്സ് നേറ്റീവ് അമേരിക്കൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പം അതാണ് ഓൺലി ഗുഡ് ഇന്ത്യൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 4 നേറ്റീവ് അമേരിക്കൻ ചെറുക്കന്മാര് ടീനേജേഴ്സ് ആയിരുന്നപ്പോൾ ഈ മറ്റേ എൽക്കിനെ ഹണ്ട് ചെയ്യാൻ പോകും. അപ്പോൾ അവരുടെ അടുത്ത് എപ്പോഴും പറയുന്നതാണ്, മറ്റേ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയുന്നതാണെന്ന് വെച്ചാൽ ഒരിക്കലും പ്രഗ്നന്റ് ആയിട്ടുള്ള എൽക്കിനെ ഹണ്ട് ചെയ്യരുതെന്ന്. അപ്പോൾ ഇവര് പ്രഗ്നന്റ് ആയ ഒരു എൽക്കിനെ ഹണ്ട് ചെയ്ത് കൊല്ലും. ആൻഡ് അതിനെ എടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോകും, ചുട്ടു തിന്നുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഈ എൽക്കിന്റെ തലയുള്ള ഒരു സ്ത്രീ ഇവരുടെ 4 പേരുടെയും ജീവിതത്തിൽ അറ്റ് സം പോയിന്റ് ദേ കം ബാക്ക് ആൻഡ് ടേക്ക് റിവെഞ്ച്. ഒരു ഉഗ്രൻ സാധനമായിരുന്നു. ഇപ്പൊ പുള്ളിയുടെ അടുത്ത പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഫല്ലോ ഹണ്ടർ എന്നും പറഞ്ഞിട്ട്. അത് ഇതുപോലെ ഒരു ബാധ കയറിയ ഒരു നേറ്റീവ് അമേരിക്കന്റെ സ്റ്റോറിയാണ് പുള്ളി പറയുന്ന കഥ. അത് ഓക്കെ, സോ ഫാർ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ മറ്റത് ഭയങ്കര സ്കേറി ആയിരുന്നു, റിയലി സ്കേറി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഓതേഴ്സ് എന്ന് പറയുന്നത് എഡ്ഗർ അലൻ പോയും HP ലവ്ക്രാഫ്റ്റും ആണ്. നിങ്ങൾ എത്ര പേര് എന്റെ ഫാൻസ് ആണോന്ന് അറിഞ്ഞൂടാ. ഞാൻ പോയുടെ ഒരു എന്താ പറയുക സൂപ്പർ ഫാനാണ്. ഈ പോയുടെ ഉണ്ട്, ലവ്ക്രാഫ്റ്റിന്റെ. രണ്ടിനും നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. ഇപ്പം പോയുടെ കഥ എന്ന് പറയുമ്പോൾ ഒരു ഗോത്തിക്
സ്റ്റൈലിലുള്ള സ്റ്റോറീസ് ആണ്. ആഹ് പുള്ളി അത് സയൻസിൽ ബേസ് ചെയ്യാൻ ശ്രമിക്കും, റിയാലിറ്റിയിൽ ബേസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തോന്നും ദിസ് ഇസ് പ്ലോസിബിൾ. പലതും പുള്ളി അത് ഫ്രെയിം ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും ഒരു ട്രാവൽ അക്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റോ അങ്ങനെ ആയിട്ട്. ഇപ്പം ഒരു എക്സാമ്പിള്, ഒരു പിറ്റ് ഇൻ ദ പെൻഡുലം വരുന്നത്. പെൻഡിലം വരുന്നത് അതുണ്ട്. അതൊരു ഓൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ ഉണ്ട്. ഓൾ ഓഫ് ഹൗസ് ഓൾ ഓഫ് ഓഫ് ദ അഷർ. ഹാർട്സ് ഓഫ് അഷർ ഉണ്ട്. ഞാൻ ഒരു സ്റ്റോറി അത് ഞാൻ ഒരു വട്ടേ വായിച്ചിട്ടുള്ളൂ. എനിക്ക് എന്റെ പേര് ഓർമ്മയില്ല. അപ്പൊ ബേസിക്കലി ഹിപ്നോസിസിനെ കുറിച്ചാണ്. ഈ സ്റ്റോറി നടക്കുന്നത് ആക്ച്വലി 19th സെഞ്ചുറിയിലാണ്. അതാണ് പോയുടെ കാലഘട്ടം. അപ്പം ഈ നമുക്ക് ഈ ഇന്നത്തെ പാരാസൈക്കോളജി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ടെലിപ്പതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് സയന്റിഫിക് സംഭവമാണ്. നമുക്ക് അധികം അങ്ങോട്ട് റിസർച്ച് ചെയ്തിട്ടില്ല. ഞാനും വായിക്കുന്ന ആ പ്രായത്തിൽ ഇതൊക്കെ പോസിബിൾ സയന്റിഫിക് സ്റ്റഫ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഫിക്ഷന്റെ ഒരു ഫോർ റണ്ണർ കൂടാണ് പുള്ളി. അപ്പൊ അതിനകത്ത് ഈ ഹിപ്നോട്ടിസത്തിനെ കുറിച്ച് പുള്ളി പഠിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പം പലപ്പോഴും അയാൾ കണ്ടിട്ടുണ്ട് ഈ ഹിപ്നോട്ടിസം ചെയ്തിട്ട് ആൾക്കാരെ അവിടെ ഫ്രീസ് ചെയ്ത് നിർത്തുന്നത്, എന്നിട്ട് നമുക്ക് പറയുന്നതൊക്കെ ചെയ്യിക്കാൻ പറ്റും. സോ ദേ വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട് ഓൺ എ ഡൈയിങ് മാൻ. അങ്ങനെ ഇയാള് കുറെ സയന്റിസ്റ്റുമാരുടെ കൂടെ ഒക്കെ ചേർന്നിട്ട് ദേ വിൽ ഹാവ് എ പ്രോപ്പർ എക്സ്പെരിമെന്റ്. ഒരാൾ മരിക്കുന്നതിന് തൊട്ടു മുന്നേ, ലൈക്ക് ഈസ് ഓൺ ദ ഡെത്ത് ബെഡ്, നല്ല പ്രായമുള്ള മനുഷ്യന് മരണത്തോട് അടുത്ത് കഴിഞ്ഞു, ഒരു ലാസ്റ്റ് ഇത് ബ്രത്ത് ഒക്കെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം വിത്ത് ഹിസ് കൺസെന്റ് ഓൺലി ഡോക്ടർമാര് നിന്നിട്ട് ആ ഒരു പെൻഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആൻഡ് ഇറ്റ് ബിക്കം സക്സസ്. ആ സ്പോട്ടില് അയാള് എന്താ പറയുന്നത്, ആ ഒരു വീസിങ്ങും എല്ലാം അങ്ങ് നിർത്തിയിട്ട് ഹി ഗോസ് കാറ്ററ്റോണിക്. ആൻഡ് ഇവര് നോക്കും ഹൗ ലോങ് ക്യാൻ ദിസ് ലാസ്റ്റ്. ഇറ്റ് ആക്ച്വലി ഗോസ് ഓൺ ഫോർ അവേഴ്സ്, ഫോർ ദെൻ ഡേയ്സ്, ദെൻ വീക്സ്. ഒടുവിൽ 3 മാസം കഴിഞ്ഞു. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് ഇയാള് ഈ സ്റ്റേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം ദേ ഡിസൈഡ്, ഓക്കെ കഴിഞ്ഞു, നമുക്ക് നിർത്താം, ലെറ്റ് സി, ലെറ്റ് ദ മാൻ ഡൈ ഇൻ പീസ്. ആൻഡ് എന്നിട്ട് അവരാ ഹിപ്നോട്ടിസം സ്നാപ്പ് ഔട്ട് ചെയ്യിക്കും. ആ സ്നാപ്പ് ഔട്ട് ചെയ്യിക്കുന്ന ആ ഒരു പോയിന്റില് ദാറ്റ് ബോഡി ഡിസിൻറ്റഗ്രേറ്റ്സ്. അഴകി എന്റെ മസിൽസും സ്കിന്നും എല്ലാം ഒഴുകി താഴെ വീണ്, എല്ലും എല്ലാം താഴെ വീണ് പൊടിഞ്ഞ് പിന്നെ സെക്കൻഡ് ആ ഒരു 3 മാസത്തെ ജീർണത ഒറ്റയടിക്ക് അങ്ങോട്ട് അത് ഒക്കുപ്പൈ ചെയ്യും. എന്തോ കേസ് ഓഫ് വ്ളാദിമിറോ അങ്ങനത്തെ ഒരു പേരല്ലേ, ഒരാളുടെ പേരാ. എന്തോ ഒരു മോർഗോ അങ്ങനെ എന്തോ ഉണ്ട് അതിന്റെ കൂടെ. റൂമോർഗൽ, അത് റൂമോർഗൽ. അതാണോ അത്? അല്ല അത് അല്ല, വേറെ, അത് വേറെ. അത് അടുത്തത് ഞാൻ പറയാം. അപ്പൊ ഇതില് നമ്മളിത് വായിക്കുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിന്റെ ആണ്. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി, സയന്റിഫിക് പോസിബിലിറ്റി ആണ്. ഇത് ഒരു പോസിബിൾ സംഭവമാണ്. പക്ഷെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഹിപ്നോട്ടൈസ് ചെയ്ത ഒരാളെ അങ്ങനെ കുറെ പിടിച്ചു നിർത്തി നമുക്ക് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല. ചില ടബു ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ വിശ്വാസം എന്ന് വെച്ചാൽ ദിസ് ഇസ് പോസിബിൾ. പോയുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കണം. ദ വേ ഹി ഹാസ് ഡിസ്ക്രൈബ് ഇറ്റ് ശരിക്കും ഒരു എന്താ പറഞ്ഞ ഒരു ജേർണലിസ്റ്റിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് വരെ നമുക്ക് കാണാൻ പറ്റും. The Facts in the Kings of M. Valdemar. വ്ളാദിമിർ അല്ല, അതങ്ങനെയാണ്, അങ്ങനെ എന്നുള്ള പേരുണ്ട്. I don't remember. Sorry. ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഈ എന്തോ എനിക്ക് തോന്നുന്നത് അബ്രിഡ്ജ് ക്ലാസിക്സിൽ എന്തോ ആണ് വായിച്ചേക്കുന്നത്. അപ്പൊ പടം എനിക്ക് ഓർമ്മയുണ്ട്. ടെയിൽസ് ഓഫ് ടെറർ ആൻഡ് ഇമാജിനേഷൻ ആയിരിക്കും, അതാണ് പുള്ളിയുടെ ബുക്ക്. അതാണ് ആ ബുക്ക്. അതിന്റെ ഫ്രണ്ടിൽ ആ പിറ്റിന്റെ പെൻഡലത്തില് അത് ഒരാളിങ്ങനെ പേടിച്ച് വരണ്ട് നിൽക്കുന്ന ഒരു പടം, ഒരു വാട്ടർ കളർ ആണത്, ഓയിൽ, ഒരു ഇലസ്ട്രേഷൻ ആണത് പ്രോപ്പർ. അങ്ങനെ ഒരു ബുക്കാണത്. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബുക്കാണ്. ഒരു എഡ്ഗർ അലൻ പോന്റെ കളക്ഷൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബുക്കാണത്.
അത് ആ And, പെൻഡുലം തന്നെ ഇങ്ങനെ താന്ന് താന്ന് വരുന്നതാണ്. അത് ഒരു ടെറർ ഓഫ് ആന്റിസിപ്പേഷൻ ആണ്. അത് എഴുതി അത് ഫലിപ്പിക്കുന്നുണ്ട്. അതാണ് അതിലെ അത് കഴിവ്. ഇറ്റ്സ് നോട്ട് ഒന്നും സംഭവിക്കില്ല. ക്ലോസ്ഡ് ആയിട്ട് മുറിയിൽ ഒരു കുഴിയുണ്ട്, ഒരു പെൻഡിലും ഉണ്ട്, ഒരാളുണ്ട് അതിന്റെ അകത്ത്. അയാളുടെ സർവൈവൽ സ്റ്റോറിയാണത് ഇന്നവേ. പക്ഷെ അത് എഴുതി ഫലിപ്പിച്ച് നമ്മളെ പേടിപ്പിച്ച് ആ ടെറർ, അയാൾ അനുഭവിക്കുന്ന ടെറർ നമ്മളിലേക്ക് എത്തിക്കാൻ വെരി സക്സസ്ഫുള്ളി ഉം. മാനേജ് ചെയ്തിട്ടുണ്ട്. സോയുടെ ഒക്കെ ഒരു പ്രീകഴ്സർ ആണ് ശരിക്കും. ഈ സീരീസ് കണ്ടിരുന്നോ, മറ്റേ ദ ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ? സീരിയസ് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അതിനകത്ത് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കഥകളൊക്കെ ഇപ്പിറ്റ് ആൻഡ് ദ പെൻഡലും ഉണ്ട്, ബ്ലാക്ക് കാറ്റ് അല്ലേ, ഗോൾഡ് ബഗ് ഉണ്ട്, അങ്ങനെ കുറെ എലമെന്റ്സ്. ഇത് ഏതിലുള്ള ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് ഷർ? നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ്. ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ മൊയലാളിയുടെയാണ്, മറ്റേ മൈക്ക് ഫ്ലാനഗന്റെ സംഭവമാണ്. അപ്പോ ഹോണ്ടിങ് ഓഫ് ബ്ലൈ മാനർ, ഹോണ്ടിങ് ഓഫ് ഹൗസ് ഓൺ ദ ഹിൽ ഇല്ലേ, ഹൗസ് ഓൺ ദ ഹോണ്ടഡ് ഹിൽ, പിന്നെ മറ്റേത് മിഡ് നൈറ്റ് മാസ്. സൈലൻസ് മാരറില്ലേ? I mean, I've watched his movies. I think his movies are really good. എല്ലാം ഒരു പ്രത്യേകതരം ഹൊററാ. ഇത് കൊള്ളാം, നല്ല സാധനമാണ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് എവറിത്തിങ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു, മാർക്ക് ഹാമിൽ ഉണ്ട്. അപ്പോ മാർക്ക് ഹാമിലിന്റെ റോളും നല്ല റോളാണ് അതിനകത്ത്, അതുകൊണ്ട് കൊള്ളാം. പുള്ളി വക്കീലായിട്ടില്ലേ? വക്കീൽ കം എൻഫോഴ്സർ ആണ് ഫാമിലിയുടെ. രണ്ടും ഒന്നിച്ച് ചെയ്യുന്ന ആളാണ് പുള്ളി. പുള്ളിയുടെ പേര് ആർതർ പിം ആണ് എന്നത്. യെസ്, ആർതർ പിം. ആക്ച്വലി ആർതർ പിമ്മിന്റെ സ്റ്റോറി അടിപൊളിയാണ്. ഇതേപോലെ എനിക്കൊന്ന് നോവലാണെന്ന് തോന്നുന്നു, ദ സ്റ്റോറി ഓഫ് ആർതർ പിം ഓഫ് നാൻടക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഇതേപോലെ ഒരു ട്രാവലോഗ് ആയിട്ട് തുടങ്ങുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദിസ് ഇസ് എന്താ പറയുക, ശരിക്കും ആരുടെയോ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ് എഴുതി വെച്ചേക്കുന്നത്. അതും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആ സമയത്ത് ഭയങ്കര മിസ്റ്ററി ആയിരുന്നു. അപ്പൊ ഇതേപോലെ ഇവര് ഒരു കപ്പലിൽ കയറുന്നതും കുറെ അഡ്വെഞ്ചേഴ്സ് അവർക്ക് സംഭവിക്കുന്നതൊക്കെയാണ് സ്റ്റോറി. അതില് പിന്ന് ദേ ഗോ ത്രൂ എ ലോട്ട് ഓഫ് ട്രാജഡീസ്. ഒരു മ്യൂട്ടിനി ഉണ്ടാവും അവർ പോകുന്ന ഷിപ്പില്. മ്യൂട്ടിനി ഉണ്ടായിട്ട് പിന്നീട് ഈ മ്യൂട്ടിനിയേഴ്സിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്യും. അവസാനം ഈ ഷിപ്പില് 4 പേര് മാത്രം ബാക്കിയാവും. ഈ 4 പേര് മാത്രം ബാക്കിയായിട്ട് ഇവര് കുറെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ they decide we have to eat one of us to survive. അങ്ങനെ they will draw straws. അങ്ങനെ തീരുമാനിക്കും റിച്ചർഡ് പാർക്കർ എന്ന് പറഞ്ഞ ആള് മരിക്കണമെന്നുള്ളത്. To be continued in the next episode.